RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പങ്കെടുത്തിരുന്നു. പാറമേക്കാവ് വിദ്യാമന്ദിർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ, അതായത് ഹോട്ടൽ ഹയാത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ ADGP ഇദ്ദേഹത്തെ കാണാൻ പോയത്, ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയത്. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ADGP ലോ ആൻഡ് ഓർഡർ വഴി RSS ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത്? ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത്? അതിന് കേരളത്തിലെ ഒരു RSS നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു RSS നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്, എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത്? ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത്. ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയെന്നുള്ള BJPയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു. അപ്പൊ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ? തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടിയത് എപ്പോ മുതല? രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, തൃശ്ശൂർ പൂരം കലക്കിയത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശ്ശൂരിൽ അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥൻ ഈ ADGP അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇടപെട്ടില്ല? ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ DGP മുതൽ ഇടപെടും. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എന്താ നടക്കുന്നതെന്ന്. കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത്. അപ്പൊ ഈ രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ ADGP അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പോ തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ADGP. അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി, കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ADGP അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ RSS ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ്, അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട്. അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്, വ്യക്തമായിരിക്കുകയാണ്. ഇത് പറയട്ടെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നോ, മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നോ പറയട്ടെ, ഇയാൾ പോയിട്ടില്ല എന്ന് പറയട്ടെ. CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അത് പരിശോധിച്ചാൽ മനസ്സിലാവും പോയിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഞാൻ സംസാരിച്ച ഡേറ്റ് കൂടി പിന്നെ പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ട്, അവിടെ പോയി കണ്ടിട്ടുണ്ട്. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ. അതല്ല അത് പിന്നീടല്ല, അത് ഈ വർഷമാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടിയെന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത്. ഡിഫൻസ് ആയിരുന്നു, LDFന്റെ ഡിഫൻസ് ആയിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി, അതുകൊണ്ടാണ്. ഇയാൾ അഴിഞ്ഞാട്ടം രാവിലെ മടത്തിവരവ് തുടങ്ങിയപ്പോൾ തൊട്ട് 11 മണിക്ക് തുടങ്ങുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ എങ്ങനെ അഴിഞ്ഞാടണം ഒരാൾ? അയാളുടെ തലയ്ക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. ഇപ്പൊ ഭയങ്കര പ്ലാൻഡാണ്, ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ്. ഈ ADGP ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. മുഖ്യമന്ത്രിയുടെ ആവശ്യം പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മകൾക്കെതിരായ SFI അന്വേഷണം നിർത്തണം. എല്ലാം ആ ആരോപണം ഉൾപ്പെടെ
കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ ഇപ്പം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു എന്നോടന്ന് ചോദിച്ചു ED പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല, പിറ്റേ ആഴ്ച വരാൻ പറയും, പറഞ്ഞു വിടും. ഡെമോക്ലീസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇപ്പൊ ED എവിടെ? EDയുടെ പിടി എവിടെ? പിടിമുറുക്കിയ കൈ ഇപ്പോൾ ഇവിടെ പോയി? ഒരു അന്വേഷണം ഇല്ലല്ലോ കരുവന്നൂരിൽ. നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞാണ്. തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് BJP ജയിപ്പിക്കുന്നത്. ഭയങ്കരമായിരുന്നു അതിൻ്റെ റിയാക്ഷൻ. വളരെ പ്ലാൻഡ് ആയിട്ട് BJPയും CPMഉം കൂടി ആസൂത്രണം ചെയ്താ. അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിന്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതാരാ? അതിന്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ? അപ്പോൾ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇനി ADGP അജിത് കുമാറിനെതിരെയും ശശിക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നാണ്. തൊടൂല, തൊടാൻ പേടിയാണ്. ധൈര്യമുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ. ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും കൊലപാതകം ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തെളിവ് നശിപ്പിക്കാൻ കൊലപാതകം നടത്തി എന്നുവരെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അവരെക്കാൾ താഴെയുള്ള ആളുകളാണ് അന്വേഷിക്കുന്നത്. DGP ഉണ്ട്, പാവം. താഴെയുള്ള സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. SP-ക്കെതിരെ ആരോപണം വന്ന് അന്വേഷിക്കണതേ SI. എങ്ങനെ ഉണ്ടാവും? SI SP-ക്കെതിരെ അന്വേഷിച്ച അതുപോലെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് ചോദിച്ചോ, ഇത് എന്താണ്, എന്ത് ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും തമ്മിലുള്ളത്? ഞങ്ങൾ ചോദിച്ചല്ലേ. ഇപ്പൊ ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കിയത്, EP ജയരാജനെ. ഞാൻ 5-6 പ്രാവശ്യം ജാവദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? എന്തിനാ കാണുന്നത്? ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിനാ 5-6 പ്രാവശ്യം കാണണം? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയി കണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഹയാത്തിൽ ഉപയോഗിച്ച് ഹോട്ടൽ ഹയാത്തിൽ അവിടെ നിർത്തിയിട്ടാണ് അവിടെ നിന്ന് വേറെ സ്വകാര്യ കാറിൽ പോയി കണ്ടത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. അതെ, ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹം മാത്രം. ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു, ഈ മലപ്പുറം മലമ്പൂർ കേസുമായി ബന്ധപ്പെട്ട്. അതായത് ആ മലമ്പൂർ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്നുവെന്ന് മൊഴി നൽകിയ ഒരു അയൽവാസി സ്ത്രീ തന്നെ വെളിപ്പെടുത്തി. എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയാണിത്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന SP-യും MLA-യും തമ്മിൽ നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണം കേട്ടാൽ 1 മിനിറ്റ് അയാളെ ഈ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക. അയാൾ 3 SP-മാർക്കെതിരെയാണ് അസംബന്ധം പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ SP-മാർക്കെതിരായി വേറൊരു SP പറഞ്ഞിരിക്കുക. ഇത് പോലീസ് ഫോഴ്സ് അല്ലേ, ഹൈറാർക്കിയുള്ള സംവിധാനമല്ലേ? 3 SP-മാർക്കെതിരെ വൃത്തികെട്ട സംസാരം. ഒന്ന്. പിന്നെ അഡീഷണൽ DGP-ക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം. അത് ഇയാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഗുരുതരമായ ആരോപണം, അഴിമതി ആരോപണം. അയാളുടെ അളിയന്മാരെ കുറിച്ച് വരെ, ഭാര്യ സഹോദരന്മാരെ കുറിച്ച് വരെ അഴിമതി ആരോപണം. അങ്ങനെ പറഞ്ഞ ആളുടെ ഒരു സംഭാഷണം പുറത്തു വന്നിട്ട് അയാൾ ഇപ്പോഴും സർവീസിലുണ്ട്. മാത്രമല്ല അയാളുടെ ആ കേസ് അയാളെ സഹായിക്കാൻ ഇപ്പൊ പോലീസ് പോയിരിക്കുകയാണ്. അയാളുടെ കാലത്തല്ല, വേറെ SP-യുടെ കാലത്താണ് മരം മുറിച്ചെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, കള്ളസാക്ഷി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴും നടക്കുന്നത് എന്താ? നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത്, നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കാമെന്നാണ്. അന്വേഷണം തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വഴിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് SP ഓഫീസിന്റെ അടുത്തുള്ള ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. അല്ല, നമുക്ക് വളരെ കൃത്യമായിട്ടല്ല, അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്ന്.
അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നത് ഏത് ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെന്ന് നമുക്കറിയില്ല. ADGP ഇയാൾക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം, കൊലപാതകം, 2 കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തു വന്നിട്ട് പറയാണ് ഈ ADGPയെ മാറ്റണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഒരു 2 മാലയിട്ട് പോയിരുന്നില്ലേ? ഒന്ന് ശശിയുടെ കഴുത്തിലുവിട്ട്, ഒന്ന് ADGPയുടെ കഴുത്തിലുവിട്ട് അങ്ങ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? അതായത് കുറച്ചുകൂടി എളുപ്പം. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി, അതായത് കൂടിക്കാഴ്ചയാണ് പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും മറ്റാരെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കൂടിക്കാഴ്ച? ഒരു ഇടനിലക്കാരൻ തിരുവനന്തപുരം ജില്ലയിലുള്ള അറിയപ്പെടുന്ന ഒരു RSS നേതാവ് ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് ഇവരെ തമ്മിൽ കൂട്ടിപ്പിടിച്ചത്. ഒരാൾ വേണമല്ലോ, ആണല്ലോ. അദ്ദേഹം ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നില്ല. അല്ലല്ല, ഇല്ല, അതേ ഇടനിലക്കാരനായിരുന്നു. സാധാരണ SFI സെക്രട്ടറിമാരായിരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരംബോന്നാണ് അതെനിക്ക് കേട്ട് താങ്കൾ ആരോപിച്ച ഈ RSS നേതാവിനെ കണ്ടു ADGP എന്ന് പറയുന്ന സംഭവത്തിൽ അതൊരു തൃശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന മാത്രമായിരുന്നു? അല്ല, തൃശൂർ പൂരം കലക്കാനാണെന്ന് ഞാൻ പറഞ്ഞത്. തൃശൂർ പൂരം ഈ വർഷമല്ലേ കലക്കിയത്. ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി കണ്ടതാണ്. അപ്പൊ ഒരു ബന്ധമുണ്ട്. ഈ അതിന്റെ തുടർച്ചയാണ് ഇത്, അത്രയേ ഉള്ളൂ. അല്ലാതെ തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് RSS ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടല്ല. അത് അന്ന് ഈ കേസുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാനും അവർ തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ 2024 തെരഞ്ഞെടുപ്പല്ലേ, രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് പോയത്. കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. അന്ന് പോയിരിക്കുന്നത് പല ഉദ്ദേശമുണ്ട്. കേസുകൾ ഒഴിവാക്കുക, രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കുക, പാർലമെന്റ് ഇലക്ഷനിൽ BJPയെ കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തായിരുന്നു? BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അല്ലേ, കേരളത്തിൽ പാർലമെന്റിൽ. അതായത് അവരുടെ ഏക ലക്ഷ്യം. അവരെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ സാധിച്ചു തരാം എന്നുള്ള വാക്കാണ് കൊടുപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി. അതിനൊക്കെ വളരെ മുകളിലാണ്. ഞാൻ പറയും, ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ ആൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ നടപടി എടുത്ത് പുറത്തു പോയി അയാൾ എന്തായിരിക്കും പറയാൻ പോണേ? എന്നെ മുഖ്യമന്ത്രി ഈ കേസിൽ അയച്ചിട്ടുണ്ട്, ആ കേസിൽ അയച്ചിട്ടുണ്ട്, അവിടെ ഇത് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പൂരം കലക്കിച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയില്ലേ? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ നിങ്ങളോട്. ഈ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഈ തനിക്ക് താഴെയുള്ള 2 പേരെ ഇത്ര ഭയപ്പെടുന്നത്? ഇത്രയും ഗുരുതരമായ ഏറ്റവും മിനിമം വരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണ്ടേ? ചെറിയ ആക്ഷേപമല്ലല്ലോ വന്നിരിക്കുന്നത്. ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ആരാ? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. ആരെ? അല്ലല്ല, അതൊന്നും ആയിരിക്കില്ലല്ലോ. അതായിരിക്കില്ലല്ലോ. ഇപ്പൊ സ്ഥാനത്ത് നിന്ന് തെറിക്കുമ്പോ എല്ലാവരുടെ സ്വഭാവം മാറില്ലേ? അപ്പൊ സ്നേഹം പോവില്ലേ? ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിയമവൃത്തങ്ങളിൽ പറയുന്നത് അത് ഏറ്റവും പ്രശ്നമുണ്ടാകാനുള്ള ഒരു ആരോപണം സാധ്യതയുള്ളത് ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ചോർത്തി എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് പ്രതിപക്ഷ നേതാവിന്റെയും ചോർത്തിക്കാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരോപണം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെതിരെ ഏതെങ്കിലും രീതിയിൽ മൂവ് ചെയ്യാൻ ഞങ്ങൾ നിയമപരമായ നടപടികൾ മൊത്തം കാര്യങ്ങൾക്ക്, അതായത് ഈ 2 കൊലപാതകം സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നീങ്ങേണ്ടത്? ഞങ്ങളുടെ ഡിമാൻഡ് CBI അന്വേഷണം വേണം. കാരണം കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കണേ? കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കണേ കേസ്? CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ഡിമാൻഡാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമരവും. KPCCയുടെ സമരം, സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ശരി, അരെ CPI അറിയില്ലല്ലോ. ഇന്നലെ സുനിൽകുമാർ എന്നെ മറുപടി പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ ഇര താനാണെന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. CPI അറിഞ്ഞ് സമ്മതിക്കുമോ BJPയുടെ ധാരണ ഉണ്ടാക്കാൻ? CPM ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ, അപ്പൊ പറയാം. അല്ല, CCTV ദൃശ്യങ്ങളുണ്ട്, പരിശോധിച്ചോട്ടെ. CCTV ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയട്ടെ.